السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സഹാബാക്കളിൽ ബദരി സഹാബാക്കളെ കുറിച്ചുള്ള സ്മരണയിൽ ഇന്ന് ആരംഭിക്കാൻ പോകുന്ന സഹാബിയുടെ പേര് ഹസ്രത്ത് യസീദ് ബിൻ റുഖൈഷ് ആണ്. ഹസ്രത്ത് യസീദിന്റെ ബന്ധം ഖുറൈശികളുടെ ഗോത്രത്തിലെ കുടുംബം ബനു അസദ് ബിൻ ഹുസൈമയുമായിട്ടായിരുന്നു. ഹസ്രത്ത് യസീദ് ബനു അബ്ദുഷംസിന്റെ സഖ്യകക്ഷിയായിരുന്നു. ചിലർ അദ്ദേഹത്തിന്റെ പേര് അർപത്ത് എന്ന് വിവരിച്ചിട്ടുണ്ട്, എന്നാൽ ഇത് ശരിയല്ല. ഹസ്രത്ത് യസീദിന്റെ പിതാവിന്റെ പേര് റുഖൈഷ് ബിൻ റിയാബ് എന്നായിരുന്നു. ഇദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു ഖാലിദ് എന്നായിരുന്നു. ഹസ്രത്ത് യസീദ് ബദർ, ഉഹദ്, ഖന്ദക് എന്നിവ അടക്കം എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. ഹസ്രത്ത് യസീദ് ബദർ യുദ്ധത്തിൽ തായ് ഗോത്രത്തിലെ ഒരാൾ മൻസിർ ബിൻ സുഫിയാനെ വധിച്ചിരുന്നു. ഹസ്രത്ത് യസീദിന്റെ ഒരു സഹോദരന്റെ പേര് സഈദ് ബിൻ റുഖൈസ് എന്നായിരുന്നു. അദ്ദേഹം തന്റെ കുടുംബത്തോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. അതിലെ ആദ്യകാല മുഹാജിരീങ്ങളിൽ എണ്ണപ്പെടുന്നു. ഹസ്രത്ത് യസീദിന്റെ ഒരു സഹോദരന്റെ പേര് ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ റുഖൈഷ് എന്നായിരുന്നു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഹസ്രത്ത് യസീദിന്റെ ഒരു സഹോദരിയുടെ പേര് ഹസ്രത്ത് ആമിന ബിൻ റുഖൈഷ് ആയിരുന്നു. അവർ തുടക്കത്തിൽ തന്നെ മക്കയിൽ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. അവരും തന്റെ കുടുംബത്തോടൊപ്പം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തിരുന്നു. ഹസ്രത്ത് യസീദ് യമാമ യുദ്ധ ദിവസം 12 ഹിജ്രിയിലാണ് ഷഹീദായത്. ഈ യുദ്ധത്തെക്കുറിച്ചുള്ള വിശദീകരണം ഇപ്രകാരമാണ്. കുറച്ച് ഞാൻ മുമ്പും ഒരിക്കൽ അല്പം വിവരിച്ചിട്ടുണ്ട്. യമാമ യുദ്ധം ഹസ്രത്ത് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ 11 ഹിജ്രിയിലാണ് നടന്നത്. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ 12 ഹിജ്രിയിലാണ് നടന്നത്. ഈ യുദ്ധം മുസൈലിമ കസ്സാബിനെതിരിൽ യമാമ എന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നത്. ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ഇക്രിമ ബിൻ അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ മുസൈലിമയെ നേരിടാനായി അയച്ചു. അദ്ദേഹത്തിന് പിന്നിൽ അദ്ദേഹത്തെ സഹായിക്കാനായി ഹസ്രത്ത് ഷറാബീൽ ബിൻ ഹസനയുടെ നേതൃത്വത്തിൽ സൈന്യത്തെ അയച്ചു. ഹസ്രത്ത് ഇക്രിമ ഹസ്രത്ത് ഷറാബീൽ എത്തുന്നതിനു മുമ്പ് തന്നെ മുസൈലിമയുമായി യുദ്ധം ആരംഭിച്ചു, വിജയത്തിന്റെ തൂവൽ അദ്ദേഹത്തിന്റെ തലയിൽ അണിയുന്നതിനു വേണ്ടി. എന്നാൽ മുസൈലിമയോട് അദ്ദേഹത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈ സംഭവത്തിന്റെ വാർത്ത ഹസ്രത്ത് ഷറാബീലിന് ലഭിച്ചപ്പോൾ അദ്ദേഹം വഴിയിൽ തന്നെ നിന്നു. ഹസ്രത്ത് ഇക്രിമ തന്റെ കഥ ഹസ്രത്ത് അബൂബക്കറിന് എഴുതി. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ അദ്ദേഹത്തിന് എഴുതി,
താങ്കൾ എന്നെ ഈ അവസ്ഥയിൽ കാണരുത്, ഞാൻ താങ്കളെ കാണുകയും ചെയ്യുന്നതല്ല. മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്യരുത്. ഏതൊന്നു മുഖേനയാണോ ആളുകൾക്ക് ഭീരുത്വം ഉണ്ടാകുന്നത്, മറിച്ച് തന്റെ നിത്യയും കൊണ്ട് ഒമാൻകാരുടെ അടുത്തേക്കും മെഹ്റായിലെ കലാപകാരുടെ അടുത്തേക്കും പോയി യുദ്ധം ചെയ്യുക. അതിനുശേഷം യമനിലെയും ഹസറൽ മൗത്തിലെയും കലാപികാരികളുമായി യുദ്ധം ചെയ്യുക. ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ഷറാബീലിനെഴുതി, താങ്കൾ ഖാലിദ് ബിൻ വലീദ് വരുന്നത് വരെ താങ്കൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക. ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ഖാലിദിനെ മുസൈലിമ കസാബിനെ നേരിടാനായി അയച്ചു. അദ്ദേഹത്തോടും മുഹാജിരിങ്ങളുടെയും അൻസാറുകളുടെയും ഒരു വലിയ സംഘത്തെയും അയച്ചു. അൻസാറുകളുടെ സംഘത്തിന്റെ തലവൻ ഹസ്രത്ത് സാബിത്ത് ബിൻ ഖൈസും മുഹാജിരിങ്ങളുടെ തലവൻ ഹസ്രത്ത് അബൂ ഹുദൈഫയും ഹസ്രത്ത് സയ്യിദ് ബിൻ ഖത്താബും ആയിരുന്നു. ഹസ്രത്ത് ഷറാബീൽ ഹസ്രത്ത് ഖാലിദ് വരുന്നതിന് മുമ്പ് തന്നെ മുസൈലിമ കസാബുമായി യുദ്ധം ആരംഭിച്ചു. അങ്ങനെ പരാജയപ്പെട്ടു. ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ഖാലിദിനായി ഹസ്രത്ത് സലീദിന്റെ നേതൃത്വത്തിൽ കൂടുതൽ സൈന്യത്തെ നിയോഗിച്ചയച്ചു, പിന്നിൽ നിന്ന് അവരുടെ മേലാരും ആക്രമിക്കാതിരിക്കുന്നതിനു വേണ്ടി. ഹസ്രത്ത് അബൂബക്കർ പറയുമായിരുന്നു, ഞാൻ ബദരി സഹാബാക്കളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ ഈ അവസ്ഥയിൽ ഉപേക്ഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവർ തങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടട്ടെ. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട്, നല്ല ആളുകളുടെ ബർക്കത്ത് കൊണ്ട് അതിനേക്കാൾ ഉന്നതമായ നിലയിൽ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നു, അവരിൽ നിന്ന് കർമ്മരൂപത്തിൽ സഹായം എടുത്തതിനു പകരം. ഏതായിരുന്നാലും നിർബന്ധിതാവസ്ഥ കാരണം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹസ്രത്ത് ഉമറിന്റെ അഭിപ്രായം ഇതിന് എതിരിലായിരുന്നു. അദ്ദേഹം ബദരി സഹാബാക്കളെ സൈന്യത്തിൽ അധികവും ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഏതായിരുന്നാലും യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ സൈന്യത്തിന്റെ എണ്ണം 13,000 ആയിരുന്നു. മുസൈലിമയുടെ സൈന്യത്തിന്റെ എണ്ണം 40,000 ആണെന്ന് പറയപ്പെടുന്നു. മുസൈലിമ കസാബിനോടൊപ്പം ഒരാൾ നഹാറുർ റിജാൽ ഉൻഫ ഉണ്ടായിരുന്നു. അയാൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷം ഹാജരായി അവിടെ നിന്ന് വിശുദ്ധ ഖുർആനും ദീനിന്റെ അധ്യാപനങ്ങളും പഠിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ യമാമക്കാരുടെ അടുത്തേക്ക് അല്യമായി അയച്ചു. അയാൾ മുസൈലിമ കസാബിന്റെ വാദത്തെ ഖണ്ഡിക്കുന്നതിനു വേണ്ടി. അവിടെ ചെന്ന് അയാൾ മുർത്തദ്ദായി ഈ കാര്യത്തിന് സാക്ഷ്യം പറഞ്ഞു, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി കേട്ടിട്ടുണ്ട്. ഒരു കള്ളസാക്ഷ്യം അയാൾ പറഞ്ഞു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസൈലിമക്ക് എന്നോടൊപ്പം നുബുവത്തിൽ നഊദുബില്ല പങ്കാളിയാക്കിയിരിക്കുന്നു. ഏതായിരുന്നാലും ആരെങ്കിലും മുർത്തായി കഴിഞ്ഞാൽ മുമ്പും ഇന്നും ഈ വിധം ആരോപണങ്ങളും തെറ്റായ കാര്യങ്ങളും ചേർത്തു പറയൽ അത്തരക്കാരുടെ ജോലിയാണ്. ഏതായിരുന്നാലും മുസൈലിമായുടെ ഗോത്രം ബനു ഹനീഫയുടെ മേൽ ഇയാളുടെ മുർത്തദ്ദാകൽ മുസൈലിമയുടെ വാദത്തെക്കാൾ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കി. ഈ അയച്ചാൽ തർബിയത്തിനായി അയച്ചതായിരുന്നു. ഇയാളുടെ സ്വാധീനം അവരുടെ മേലുണ്ടായി. അയാൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുസൈലിമയുടെ നുബുവത്തിന് ഇത്രമാത്രം സ്വാധീനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇയാളുടെ കാര്യങ്ങൾ കേട്ട് ആളുകൾ സ്വാധീനിക്കാൻ തുടങ്ങി. അയാളുടെ സാക്ഷ്യത്തെ എല്ലാവരും അംഗീകരിച്ചു. അതിന്റെ ഫലമായി മുസൈലിമയെ അനുസരിക്കാൻ തുടങ്ങി. അയാളോട് പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കത്തെഴുതുക, അഥവാ അദ്ദേഹം നിങ്ങളുടെ വാക്കുകൾ കേട്ടില്ല എങ്കിൽ നാം അദ്ദേഹത്തിനെതിരിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇയാളുടെ ഭാഗത്തു നിന്നുള്ള ഈ കലാപത്തിന്റെ പ്രഖ്യാപനമായിരുന്നു യഥാർത്ഥത്തിൽ യുദ്ധത്തിന് കാരണം. മുസൈലിമക്ക് അറിയാൻ കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് ഖാലിദ് വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഈ യുദ്ധത്തിന്റെ സംഭവിക്കാൻ ഹസ്രത്ത് ഖാലിദിനെ ഹസ്രത്ത് അബൂബക്കർ അയച്ചതായിരുന്നു. പിന്നീട് ഇപ്രകാരം കാണാം, ഹസ്രത്ത് ഖാലിദിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം വളരെ അടുത്തെത്തിയിരിക്കുന്നു. അയാൾ ഉഖ്റബ എന്ന സ്ഥലത്ത് തമ്പടിച്ച് ആളുകളെ സഹായത്തിനായി വിളിച്ചു. ആളുകൾ വലിയ സംഖ്യയിൽ അയാളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് മുജാ ബിൻ മുറാറ ഒരു സംഘത്തോടെ പുറത്തു വന്നു. മുസ്ലിങ്ങൾ അയാളെയും അയാളുടെ സുഹൃത്തുക്കളെയും പിടിച്ചുകെട്ടി. ഹസ്രത്ത് ഖാലിദ് അയാളുടെ സുഹൃത്തുക്കളെ വധിച്ചു കളഞ്ഞു. മുജായെ ജീവനോടെ വിട്ടേച്ചു. യുദ്ധത്തിന് പുറപ്പെട്ടതായിരുന്നു അവർ.
ബനു ഹനീഫയിൽ ഇയാൾക്ക് വലിയ ആദരവുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളെ തടവിലാക്കി. മുസൈലിമയുടെ മകൻ ഷറാബീൽ ബനു ഹനീഫയെ പ്രകോപിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് നമുക്ക് നമ്മുടെ ധൈര്യം കാണിക്കേണ്ട ദിവസമാണ്. മുസൈലിമയുടെ മകൻ പിടിക്കപ്പെട്ടപ്പോൾ ഗോത്രത്തെ പ്രകോപിപ്പിച്ചു, അഥവാ ഇന്ന് നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സ്ത്രീകളെ അടിമകളാക്കും, നിക്കാഹ് ചെയ്യാതെ അവരിൽ നിന്ന് പ്രയോജനമെടുക്കും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ അവരുടെ ആ അഭിമാനവും അവരുടെ ആദരവും രക്ഷിക്കുന്നതിനു വേണ്ടി, സ്ത്രീകളെ രക്ഷിക്കുന്നതിനു വേണ്ടി യുദ്ധം ചെയ്യുക. ഏതായിരുന്നാലും യുദ്ധം ആരംഭിച്ചു. മുഹാജിരിങ്ങളുടെ പതാക ഹസ്രത്ത് സാലിം മൗല അബു ഹുസൈഫയുടെ അടുത്തായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ അബ്സിന്റെ അടുത്തായിരുന്നു മുഹാജിരിങ്ങളുടെ പതാക. അൻസാറുകളുടെ പതാക ഹസ്രത്ത് സാബിത്ത് ബിൻ കൈസിന്റെ അടുത്തായിരുന്നു. അതിശക്തമായ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ അത്തരത്തിലുള്ളൊരു യുദ്ധമായിരുന്നു. അത്തരം ഒരു യുദ്ധം മുസ്ലിങ്ങൾക്ക് ഒരിക്കലും നേരിടേണ്ടതായി വന്നിട്ടില്ല. ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് പരാജയമുണ്ടായി. ബനു ഹനീഫയുടെ ആളുകൾ മറ്റുള്ളവരെ മുജാറയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വന്നു. ആരെയാണോ ഖാലിദ് ബിൻ വലീദ് തടവിലാക്കിയിരുന്നത്. ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദിന്റെ കൂടാരം വളഞ്ഞു. അപ്പോൾ ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദിന്റെ ഭാര്യ ആ കൂടാരത്തിലുണ്ടായിരുന്നു. അവർ ഖാലിദിന്റെ ഭാര്യയെ വധിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അപ്പോൾ മുജാ പറഞ്ഞു, ഞാൻ അവർക്ക് അഭയം നൽകിയിരിക്കുകയാണ്. അങ്ങനെ അതായത് അവരെ വധിക്കുന്നതിൽ തടഞ്ഞു. മുജാ അവരോട് പുരുഷന്മാരെ ആക്രമിക്കാൻ പറഞ്ഞു. അപ്പോൾ അവര് കൂടാരം തട്ടി ഇട്ടുകൊണ്ടുപോയി. ശക്തമായ യുദ്ധമായി. ബനു ഹനീഫ ഗോത്രം എല്ലാവരും കൂടിക്കൊണ്ട് അതിശക്തമായ യുദ്ധം ചെയ്തു. ചില ദിവസം മുസ്ലിങ്ങൾ വിജയിക്കും, ചില ദിവസം നിഷേധികൾ. ആ യുദ്ധത്തിൽ ഹസ്രത്ത് സാലിം, ഹസ്രത്ത് അബു ഹുസൈഫ, ഹസ്രത്ത് സെയ്ദ് ബിൻ ഖത്താബ് മുതലായ മഹാന്മാരായ സഹാബാക്കൾ ഷഹീദായി. ഹസ്രത്ത് ഖാലിദ് മുസ്ലിങ്ങളുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ എല്ലാ ഗോത്രത്തെയും വെവ്വേറെ അയൽക്കാൻ പറഞ്ഞു. പ്രയാസം എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നതിനു വേണ്ടി, എവിടെ നിന്നാണ് മുസ്ലിങ്ങൾ ആക്രമിക്കുന്നതെന്ന് അറിയുന്നതിനു വേണ്ടി. അങ്ങനെ യുദ്ധത്തിൽ നിര വ്യത്യസ്തമാക്കുകയുണ്ടായി. മുസ്ലിങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി, ഇന്നത്തെ ദിവസം നമുക്ക് ഓടിപ്പോകുന്നതിൽ ലജ്ജ തോന്നുന്നു. അതായത് ഇന്ന് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായിരുന്നു. മുസ്ലിങ്ങൾക്ക് അതിനേക്കാൾ പ്രയാസകരമായ മറ്റൊരു ദിവസം ഉണ്ടായിരുന്നില്ല. മുസൈലിമ തന്റെ സ്ഥലത്ത് തന്നെ നിൽക്കുകയായിരുന്നു. കുഫാറുകളുടെ ഭാഗത്തു നിന്നുള്ള യുദ്ധത്തിന്റെ കേന്ദ്രമായിരുന്നു. ഖാലിദിന് ഇത് അറിയാൻ സാധിച്ചു. ഏതുവരെ അയാളെ വധിക്കുന്നില്ലയോ അതുവരെ യുദ്ധം അവസാനിക്കുകയില്ല. അപ്പോൾ ഹസ്രത്ത് ഖാലിദ് മുന്നോട്ട് വന്നു. എന്നിട്ട് യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. യുദ്ധത്തിന്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കി, യാ മുഹമ്മദ് ആഫ്ത. യുദ്ധത്തിൽ മൈതാനത്തിൽ വന്നവരെല്ലാം തന്നെ വധിക്കപ്പെട്ടു. അപ്പോൾ മുസ്ലിങ്ങൾ പ്രചോദിതരായി മുസ്ലിമെ വെല്ലുവിളിച്ചു. എന്നാൽ അയാൾ മുന്നോട്ട് വന്നില്ല. അയാൾ ഓടിപ്പോയി. എന്നിട്ട് തന്റെ സുഹൃത്തുക്കളോടൊപ്പം തന്റെ ഒരു തോട്ടത്തിൽ അഭയം തേടാൻ നിർബന്ധിതനായി. തോട്ടത്തിന്റെ കവാടങ്ങൾ അടച്ചുവെച്ചു. മുസ്ലിങ്ങൾ ആ തോട്ടത്തെ വളഞ്ഞു. ഹസ്രത്ത് ബറാ ബിൻ മാലിക് പറഞ്ഞു, മുസ്ലിങ്ങളെ, നിങ്ങൾ എന്നെ ഈ മതിലിൽ കയറ്റി താഴേക്കിറക്കുക. ധൈര്യശാലിയായ ആളായിരുന്നു. മുസ്ലിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുക. എന്നാൽ ബറാ അത് അംഗീകരിച്ചില്ല. അതിൽ ശഠ്യം പിടിച്ചു, നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും ഈ തോട്ടത്തിനകത്ത് ഇടുക. അങ്ങനെ മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ തോട്ടത്തിന്റെ മതിലിൽ കയറ്റി. മതിലിൽ മുകളിൽ നിന്ന് ചാടി തോട്ടത്തിൽ പ്രവേശിച്ചു. അകത്തുപോയി അദ്ദേഹം കവാടം തുറന്നു. മുസ്ലിങ്ങൾ തോട്ടത്തിൽ പ്രവേശിച്ചു. പിന്നീട് ശക്തമായ യുദ്ധം നടന്നു. വഹ്ഷി മുസൈലിമയെ വധിച്ചു. വഹ്ഷി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഹസ്രത്ത് ഹംസയെ ഷഹീദാക്കിയ. ഏതായിരുന്നാലും ഒരു റിവായത്ത് അനുസരിച്ച് വഹ്ഷിയും മറ്റൊരു അൻസാരിയും ഒരുമിച്ചുകൊണ്ടാണ് മുസൈലിമയെ വധിച്ചത്. വഹ്ഷി തന്റെ കുന്തം മുസൈലിമക്കെതിരിൽ എറിഞ്ഞു. അൻസാരി തന്റെ വാളുകൊണ്ട് ആക്രമിച്ചു. രണ്ടുപേരും ഒരേ സമയത്താണ് ആക്രമിച്ചത്. അതുകൊണ്ട് വഹ്ഷി പിന്നീട് പറയാറുണ്ടായിരുന്നു, അള്ളാഹുവിനു മാത്രമേ അറിയുകയുള്ളൂ
ഞങ്ങളിൽ ആരുടെ ആക്രമണമാണ് അയാളെ നിലംപരിശാക്കിയത്? ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഉമർ വിവരിക്കുന്നു, ഒരാൾ ആർത്തു വിളിച്ചുകൊണ്ട് പറഞ്ഞു, മുസൈലിമയെ ഒരു കറുത്ത അടിമ വധിച്ചിരിക്കുന്നു, അതുകൊണ്ട് വഹശി വധിച്ചു എന്നുള്ളതാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഹസ്രത്ത് ഖാലിദ് മജാ മുഖേന മുസൈലിമയുടെ ശവശരീരം തിരിച്ചറിഞ്ഞു. ഹസ്രത്ത് ഖാലിദിനോട് പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് എതിരിൽ വരുന്ന ആളുകൾ ഒരു വിധത്തിലുള്ള പരിചയവുമില്ലാത്തവരാണ്. മുഴുവൻ കോട്ടയും പരിചയസമ്പന്നരായ സൈന്യത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവർക്കായി എന്നോട് രഞ്ജിപ്പിൽ വരിക. ഇനി യുദ്ധം ചെയ്യുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് കൂടുതൽ നഷ്ടമുണ്ടാകും. വലിയൊരു തന്ത്രമാണ് അയാൾ മെനഞ്ഞത്. ഖാലിദ് മുജാഹിനോട് ഈ നിബന്ധനയിൽ രഞ്ജിപ്പിലായി ജീവൻ മാപ്പാക്കി നൽകുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും വെറുതെ വിടുന്നതായിരിക്കും, ഒന്നും ചെയ്യുകയില്ല, തടവിലാക്കുകയില്ല. അതുകൂടാതെയുള്ള മറ്റെല്ലാ സ്വത്തിന്റെ മുകളിലും മുസ്ലിങ്ങൾക്കായിരിക്കും അധീശത്വം. മുജാഹ് പറഞ്ഞു, അയാൾ വളരെ ബുദ്ധിമാനായ ആളായിരുന്നു. ഞാൻ കോട്ടക്കാരുടെ അടുത്ത് പോകാം, അവരോട് ആലോചിച്ചതിനു ശേഷം അഭിപ്രായം പറയാം. മുസൈലിമ വധിക്കപ്പെട്ടിരുന്നു, അവരുടെ ശക്തി ക്ഷയിച്ചു പോയിരുന്നു. എന്നാൽ അയാളുടെ ബുദ്ധി അയാൾക്ക് നിഷേധികൾക്ക് പ്രയോജനപ്പെട്ടു. മുജാഹ് കോട്ടയിൽ വന്നു. അവിടെ സ്ത്രീകളും വൃദ്ധ കുട്ടികളും ബലഹീനരുമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അയാൾ ഈ ഒരു കാര്യം പറഞ്ഞു, സ്ത്രീകൾക്ക് പടച്ചട്ടണിച്ചു, ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ കോട്ടയുടെ മതിലിൽ കയറി നിൽക്കുക. യുദ്ധത്തിന്റെ ആ കവിതകൾ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഖാലിദിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, താങ്കളുമായി ഏർപ്പെട്ട ആ രഞ്ജിപ്പിൽ അത് കോട്ടക്കാർ അംഗീകരിക്കുന്നില്ല. അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അവര് കോട്ടയിലേക്ക് മുമ്പിൽ വന്നിരിക്കുന്നു. അവരെ എനിക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഹസ്രത്ത് ഖാലിദ് കിലയിലേക്ക് നോക്കി. അപ്പോൾ അവിടെ സൈനികരെ കൊണ്ട് നിറഞ്ഞിരുന്നു. സ്ത്രീകൾ ആ വസ്ത്രം ധരിച്ചു നിൽക്കുകയായിരുന്നു. അയാളുടെ തന്ത്രപരം ഈ ശക്തമായ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ആണ് നഷ്ടം ഉണ്ടായിരുന്നത്. യുദ്ധം വളരെ നീണ്ടിരുന്നു. മുസ്ലിങ്ങൾ വിജയം കരസ്ഥമാക്കി വേഗം തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചിരുന്നു. ഖാലിദ് മജാഹിനോട് ഈ കാര്യത്തിൽ നിബന്ധന ഉണ്ടായി. എല്ലാ സ്വർണവും വെയും മൃഗങ്ങളും മറ്റ് എല്ലാ അടിമകളും എല്ലാം തന്നെ പകുതി നൽകുന്നതാണ്. മറ്റൊന്ന് 4/1 തടവുകാരിൽ രഞ്ജിപ്പിൽ ഏർപ്പെടുകയുണ്ടായി. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് മദീനയിലെ മുഹാജിരിങ്ങളിൽ നിന്നും അൻസാറുകളിൽ നിന്നും 360 മദീനയെ കൂടാതെ 300 മുഹാജിരിങ്ങൾ ഷഹീദായി. ബനു ഹനീഫയിൽ നിന്ന് അക്രബയിലെ മൈതാനത്തിൽ 7000, തോട്ടത്തിൽ 7000, ഓടിപ്പോകുന്നവരെ പിന്തുണ 7000 നിഷേധികളെയും വധിക്കുകയുണ്ടായി. ഈ സൈന്യം മദീനയിൽ തിരിച്ചെത്തിയപ്പോൾ ഹസ്രത്ത് ഉമർ തന്റെ മകൻ ഹസ്രത്ത് അബ്ദുള്ളയോട് പറഞ്ഞു, നീ സെയ്ദിനു മുമ്പ് എന്തുകൊണ്ട് ഷഹീദായില്ല? സെയ്ദ് ഷഹീദായി, നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുകയാണ്. എന്തുകൊണ്ട് നീ നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെച്ചു? അപ്പോൾ ഹസ്രത്ത് അബ്ദുള്ള പറഞ്ഞു, ഹസ്രത്ത് സെയ്ദ് അള്ളാഹുവിനോട് ഷഹാദത്ത് ചോദിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് അത് നൽകി. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു, എന്നിലേക്കും കൊണ്ടുവരുന്നതിനു വേണ്ടി. എന്നാൽ എനിക്കത് കരസ്ഥമാക്കാൻ സാധിച്ചില്ല. ആ യുദ്ധത്തിൽ, അതായത് യമാമ യുദ്ധത്തിൽ സഹാബാക്കൾ വളരെയധികം ഷഹീദായത് കാരണം ഹസ്രത്ത് അബൂബക്കർ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. വിശുദ്ധ ഖുർആനായി പോകാതിരിക്കുന്നതിന് വേണ്ടി അതിനെ സമാഹരിക്കുകയുണ്ടായി. ഇതാണ് യമാമ യുദ്ധത്തിന്റെ വിശദീകരണം. അടുത്തതായി പറയാൻ പോകുന്ന സഹാബി, അദ്ദേഹത്തിന്റെ പേരാണ് ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമ. ഇദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ല ബിൻ മഖ്റമ എന്നായിരുന്നു. സ്ഥാനപ്പേര് അബു മുഹമ്മദ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം ബനു ആമിർ ബിൻ ലൂയി ഗോത്രവുമായിട്ടായിരുന്നു. അദ്ദേഹത്തെ അബ്ദുല്ല അക്ബർ എന്നും വിളിക്കപ്പെട്ടിരുന്നു. ഇദ്ദേഹം പ്രാരംഭകാലത്ത് ഇസ്ലാം സ്വീകരിക്കപ്പെട്ട സഹാബാക്കളിൽപ്പെട്ട ആളായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മക്രമ ബിൻ അബ്ദുൽ ഉസ്സ എന്നും മാതാവിന്റെ പേര് ബഹ്നാന ബിൻത് സഫ്ആൻ എന്നുമായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമയുടെ മക്കളിൽ ഒരു മകൻ മസായിബിനെ കുറിച്ച് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ ഭാര്യ സൈനബ് ബിൻത് സുറാക്കയിൽ നിന്നുള്ളതാണ്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമ ആരംഭകാലത്ത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തികളിൽ ഉൾപ്പെട്ട ആളായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമക്ക് 2 ഹിജ്റത്ത് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു.
ഹബ്ഷയിലേക്ക്, മറ്റൊന്ന് മദീനയിലേക്ക്. ഇബ്നു ഇസ്ഹാഖ് ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമയുടെ പരാമർശം ആ സഹാബാക്കളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആരാണോ ഹസ്രത്ത് ജഅഫറിനോടൊപ്പം ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തത്. യൂനുസ് ബിൻ ബുക്കൈർ, സലമ ബിൻ ബുക്കായി ഇബ്നു ഇസാഖിന്റെ ഈ വിവരണം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമ ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമ മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്ത് എത്തിയപ്പോൾ അദ്ദേഹം കുൽസും ബിൻ ഹിദമിന്റെ വീട്ടിലാണ് താമസിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമയുടെ സഹോദര ബന്ധം ഹസ്രത്ത് ഫർവ ബിൻ അമർ അൻസാരിയുമായിട്ട് നടത്തുകയുണ്ടായി. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമ ബദർ പിന്നീടുള്ള എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 30 വയസ്സായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ യമാമ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 41 വയസ്സായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമയുടെ ഷഹാദത്തിനുള്ള ആഗ്രഹം അങ്ങേയറ്റമായിരുന്നു. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, എനിക്ക് ആ സമയം വരെ വഫാത്ത് നൽകരുത്, ഏതുവരെ ഞാൻ എന്റെ ശരീരത്തിന്റെ ഓരോ സന്ധിയിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പറ്റിയ പരിക്കുകൾ കാണുന്നില്ലയോ. അങ്ങനെ യമാമ യുദ്ധ ദിവസം അദ്ദേഹത്തിന്റെ സന്ധികളിൽ പരിക്കുകൾ പറ്റി. അത് കാരണം അദ്ദേഹം ഷഹീദായി. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമ വളരെയധികം ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു. യുവത്വത്തിലും വളരെയധികം ഇബാദത്ത് ചെയ്യുമായിരുന്നു. ഹസ്രത്ത് ഇബ്നു ഉമർ വിവരിക്കുന്നു, യമാമ യുദ്ധത്തിൽ ഞാൻ ഹസ്രത്ത് അബ്ദുല്ല ബിൻ മഖ്റമയുടെയും ഹസ്രത്ത് അബൂ ഹുദൈഫ സ്വതന്ത്രനാക്കിയ അടിമ ഹസ്രത്ത് സാലിമും ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ പേരും ഒരാൾക്ക് ശേഷം ഒരാൾ എന്ന നിലയിൽ ആടുകളെ മേയ്ക്കുമായിരുന്നു. കുറച്ച് സമ്പത്തും ഉണ്ടായിരുന്നു, അത് സംരക്ഷിക്കണമായിരുന്നു സൈന്യത്തിനായി. അങ്ങനെ യുദ്ധം ആരംഭിച്ച ദിവസം, ആ ദിവസം ഞാനാണ് ആടുകളെ മേച്ചിരുന്ന ദിവസം, ഞാൻ ആടുകളെ മേച്ചു വന്നപ്പോൾ ഞാൻ അബ്ദുല്ല ബിൻ മഖ്റമയെ യുദ്ധഭൂമിയിൽ പരിക്ക് പറ്റിയ നിലയിൽ വീണുകിടക്കുന്നതായി കണ്ടു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഓ അബ്ദുല്ല ബിൻ ഉമർ, നോമ്പുകാർ നോമ്പ് തുറന്നുവോ? വൈകുന്നേരമായി കഴിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, അതെ. പറഞ്ഞു, ഈ പരിചയിൽ അല്പം വെള്ളം തരിക, ഞാൻ നോമ്പ് തുറക്കട്ടെ. അദ്ദേഹം നോമ്പിന്റെ അവസ്ഥയിലായിരുന്നു, യുദ്ധത്തിലും. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഉമർ പറയുന്നു, ഞാൻ വെള്ളം എടുക്കാനായി പോയി, എന്നാൽ ഞാൻ വെള്ളം എടുത്തു തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം വഫാത്തായി കഴിഞ്ഞിരുന്നു. ഹസ്രത്ത് അമർ ബിൻ മഅബദ് ആണ് അടുത്തതായി പറയാൻ പോകുന്ന സഹാബി. ഹസ്രത്ത് അമർ ബിൻ മഅബദ്, അദ്ദേഹത്തിന്റെ പേര് ഉമൈർ ബിൻ മഅബദ് എന്ന് വിവരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മഅബദ് ബിൻ അസർ എന്നായിരുന്നു. ഹസ്രത്ത് അമർ ബിൻ മഅബദിന്റെ ബന്ധം അൻസാറുകളുടെ ഗോത്രമായ ഔസിന്റെ ശാഖ ബനു സുഹറയുമായിട്ടായിരുന്നു. ഹസ്രത്ത് അമർ ബിൻ മഅബദ് ബദർ, ഉഹദ്, ഖന്ദക് അടക്കം എല്ലാ യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. ഹസ്രത്ത് അമർ ബിൻ മഅബദ് ഹുനൈൻ യുദ്ധസമയത്ത് ആ 100 ധൈര്യശാലികൾക്കൊപ്പം ഉറച്ചു നിന്ന് പോരാടിയ സഹാബിയായിരുന്നു. ആരുടെ റിസ്കിന്റെ കാര്യമാണോ അള്ളാഹു സ്വയം ഏറ്റെടുത്തത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിയുറച്ചു നിന്നവർ. ഒരു റിവായത്തിൽ ഇപ്രകാരം വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഉമർ വിവരിക്കുന്നു, ഹുനൈൻ യുദ്ധ ദിവസം ഞങ്ങളുടെ അവസ്ഥ ഈ വിധത്തിലായിരുന്നു. മുസ്ലിങ്ങളുടെ 2 സംഘങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമൊപ്പം 100 ആളുകൾ പോലും ഉണ്ടായിരുന്നില്ല. ഹുനൈൻ യുദ്ധ ദിവസം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അടിയുറച്ച് നിന്ന സഹാബാക്കളുടെ എണ്ണത്തെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അത്തരത്തിലുള്ള സഹാബാക്കളുടെ എണ്ണം 80 ആയിരുന്നു, 100 ഇടക്കായിരുന്നു. ചിലർ പറയുന്നു 100 ആയിരുന്നു. ഏതായിരുന്നാലും അവർ എണ്ണത്തിലെ കുറച്ചാണ് ഉണ്ടായിരുന്നത്. അടുത്തതായി പറയാൻ പോകുന്ന സഹാബിയുടെ പേരാണ് ഹസ്രത്ത് നുഅ്മാൻ ബിൻ മാലിക്. ഹസ്രത്ത് നുഅ്മാൻ ബിൻ മാലിക്കിന്റെ പേര് നുഅ്മാൻ ബിൻ ഖൗക്കൽ എന്നും വിവരിക്കപ്പെടുന്നു. ഇമാം ബുഖാരി ഇദ്ദേഹത്തിന്റെ പേര് ഇബ്നു ഖൗക്കൽ എന്നാണ് വിവരിച്ചിരിക്കുന്നത്. അല്ലാമ ബദറുദ്ദീൻ ഐനി അദ്ദേഹം
ഒരു പണ്ഡിതനായിരുന്നു. ബുഖാരിയുടെ ഷറയിൽ എഴുതുന്നു, ഇബ്നു കൗക്കലിന്റെ മുഴുവൻ പേര് നുഅ്മാൻ ബിൻ മാലിക് സഅലബ ബിൻ അസ്ലം എന്നായിരുന്നു. സഅലബ അല്ലെങ്കിൽ അസ്ലം എന്ന പേര് ആണ് കൗക്കബ് എന്നായിരുന്നു. നുഅ്മാൻ തന്റെ പിതാമഹന്റെ പേരിനോടാണ് ചേർത്ത് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നുഅ്മാൻ ബിൻ കൗക്കൽ എന്ന് പറയപ്പെട്ടിരുന്നത്. ഹദ്റത്ത് നുഅ്മാൻ ബിൻ മാലിക്കിന്റെ നടത്തിൽ അല്പം ഞൊണ്ടൽ ഉണ്ടായിരുന്നു. ഹദ്റത്ത് നുഅ്മാൻ ബിൻ മാലിക്കിന്റെ പിതാവിന്റെ പേര് മാലിക് ബിൻ സഅലബ എന്നും മാതാവിന്റെ പേര് അമ്ര ബിൻ സിയാദ് എന്നുമായിരുന്നു. അവർ ഹദ്റത്ത് മുജസ്സിർ ബിൻ സിയാദിന്റെ സഹോദരിയായിരുന്നു. ഹദ്റത്ത് നുഅ്മാന്റെ ബന്ധം അൻസാറുകളുടെ ഗോത്രം ഖദ്റജിന്റെ ശാഖ ബനു ഗനമുമായിട്ടായിരുന്നു. ഈ ഗോത്രം കൗക്കൽ എന്ന പേരിൽ പ്രസിദ്ധമായിരുന്നു. ഇബ്നു ഹിഷാമിന്റെ അഭിപ്രായത്തിൽ ഹദ്റത്ത് നുഅ്മാൻ ബിൻ മാലിക് നുഅ്മാൻ കൗക്കൽ എന്ന പേരിലായിരുന്നു പ്രസിദ്ധനായിരുന്നത്. ഇബ്നു ഹിഷാം അദ്ദേഹത്തിന്റെ ഗോത്രം ബനു ലയ എന്നും വിവരിച്ചിട്ടുണ്ട്. കൗക്കൽ എന്ന് വിളിക്കാനുള്ള കാരണം ഞാൻ മുമ്പ് ഖുത്ബയിൽ വിവരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തലവന്റെ അടുത്ത് മദീനയിൽ ഏതെങ്കിലും ഒരാൾ അഭയം ചോദിച്ചു കൊണ്ടുവന്നാൽ അയാളോട് ഇപ്രകാരം പറയുമായിരുന്നു, ഈ പർവ്വതത്തിൽ ഇഷ്ടപ്പെടുന്ന വികാരം കയറിക്കൊള്ളുക, ഇപ്പോൾ സംരക്ഷണത്തിലാണ്, നീ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചുകൊള്ളുക, നീ ഒരവയിൽ തിരിച്ചു പോവുക, നീ വിശാലത അനുഭവിക്കുന്ന വിധത്തിൽ ഒരു വിധത്തിലുള്ള ഞെരുക്കവും ഉണ്ടാവുകയില്ല, ഒരു കാര്യത്തെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. അഭയം നൽകുന്ന ആളുകൾ അവരെ കവാക്കില എന്ന പേരിൽ പ്രസിദ്ധരായിരുന്നു. ഇബ്നു ഹിഷാം പറയുന്നു, ചരിത്രകാരൻ ഏതെങ്കിലും ഒരു തലവൻ ആർക്കെങ്കിലും അഭയം നൽകിയാൽ അയാൾക്ക് ഒരു അമ്പ് നൽകിക്കൊണ്ട് പറയുമായിരുന്നു, ഈ അമ്പുമായി കൊണ്ട് നീ എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളുക. ഹദ്റത്ത് നുഅ്മാന്റെ പിതാമഹൻ സലാബിന് മിംദാദിനെ കൗക്കൽ എന്ന് വിളിക്കുന്നു. അദ്ദേഹം അഭയം നൽകുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ ഖദ്റജിന്റെ ഗോത്രം ഗനം ബിൻ ഔഫിനെയും അങ്ങനെ വിളിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ സഅദ് ബിൻ ഉബാദയും കൗക്കൽ എന്ന പേരിൽ പ്രസിദ്ധമായിരുന്നു. ബനു സാലിം, ബനു ഗലം, ബനു ഔഫ് ബിൻ ഖസ്റജ് അവരും കവാക്കില എന്നാണ് വിളിക്കപ്പെട്ടത്. ബനു ഔസിന്റെ തലവൻ ഹദ്റത്ത് ഉബാദ ബിൻ സാബിത്ത് ആയിരുന്നു. ഹദ്റത്ത് നുഅ്മാൻ ബിൻ മാലിക് ബദർ, ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. അദ്ദേഹത്തെ സഫാൻ ബിൻ ഉമയ്യാണ് ഷഹീദാക്കിയത്. മറ്റൊരു നിവേദനം അനുസരിച്ച് ഹദ്റത്ത് നുഅ്മാൻ ബിൻ മാലിക്കിനെ അബാൻ ബിൻ സഈദാണ് ഷഹീദാക്കിയത്. ഹദ്റത്ത് നുഅ്മാൻ ബിൻ മാലിക്, ഹദ്റത്ത് മുജസ്സർ ബിൻ സിയാദ്, ഹദ്റത്ത് ഉബാദ ബിൻ ഹിസ്ഖാസ് എന്നിവർ ഉഹദ് യുദ്ധസമയത്ത് ഒരു ഖബറിലാണ് ഖബറടക്കപ്പെട്ടത്. ഹദ്റത്ത് നുഅ്മാൻ ബിൻ മാലിക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉഹദ് യുദ്ധ സമയത്ത് പുറപ്പെടുമ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂലിനോട് അഭിപ്രായം ചോദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹു ആണ് സത്യം, ഞാൻ സ്വർഗത്തിൽ തീർച്ചയായും പ്രവേശിക്കും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു പ്രകാരം ഹദ്റത്ത് നുഅ്മാൻ പറഞ്ഞു, ഇത് കാരണം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. റസൂൽ, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞു പോകുകയുമില്ല. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സത്യമാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ആ ദിവസം ഷഹീദായി. ഖാലിദ് ബിൻ അബൂ മാലിക് ജാദി വിവരിക്കുന്നു, ഞാൻ എന്റെ പിതാവിന്റെ ഗ്രന്ഥത്തിൽ ഈ റിവായത്ത് കണ്ടു. ഹദ്റത്ത് നുഅ്മാൻ ബിൻ കൗക്കൽ അൻസാരി ദുആ ചെയ്തിരുന്നു, നീയാണ് സത്യം എന്റെ നാഥ, സൂര്യൻ അസ്തമിക്കുകയില്ല, ഞാൻ എന്റെ ഞൊണ്ടലോടുകൂടി സ്വർഗത്തിലെ പച്ചളിപ്പിലൂടെ നടക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം ആ ദിവസം തന്നെ ഷഹീദായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന്റെ ദുആ കേട്ടു, കാരണം ഞാൻ അദ്ദേഹത്തെ കണ്ടു. അല്ലാഹു കശ്ഫിയായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. അദ്ദേഹം സ്വർഗത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൽ ഒരു വിധത്തിലുള്ള ഞൊണ്ടലോ വൈകല്യമോ ആയിരുന്നില്ല. ഹദ്റത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഖൈബറിലായിരുന്നു. സഹാബാക്കൾ അതിനെ ജയിച്ചടക്കിയിരുന്നു. ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എനിക്കും പങ്കിയാലും. സയ്യിദ് ബിൻ ആസിന്റെ ഒരു മകൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അയാൾക്ക് പങ്ക് നൽകരുത്. ഹദ്റത്ത് അബൂ ഹുറൈറ പറഞ്ഞു, ഇയാൾ നുഅ്മാൻ ബിൻ കൗക്കലിന്റെ ഘാതകനാണ്. ഇബ്നു സയ്യിദ് ബിൻ ആസ് പറഞ്ഞു, ഇയാളിൽ അത്ഭുതം തോന്നുന്നു,
നമ്മുടെ മേൽ തട്ടിക്കയറുന്നു. അബീസാൻ പർവ്വതനിര അത് തിഹാമയുടെ പ്രദേശത്തുള്ളതാണ്. ഹദ്റത്ത് അബൂ ഹുറൈറയുടെ ഗോത്രം ദൗസിന്റെ പർവ്വതത്തിലെ ഒരു പർവ്വതമാണ്. അതിന്റെ കൊടുമുടിയിൽ ആയിരുന്നു. ആടുകളെ മേച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് എന്റെ മേൽ ആരോപണം ഉന്നയിക്കുന്നുവോ, ഞാനൊരു മുസ്ലിം പുരുഷനെ വധിച്ചിരിക്കുന്നുവെന്ന്. അയാൾ പറയാൻ തുടങ്ങി, ആർക്കാണോ അള്ളാഹു എന്റെ കൈകൾ കൊണ്ട് ആദരവ് നൽകിയത്, അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് എന്നെ നിന്ദിക്കുകയും ചെയ്തില്ല. വളരെ ബുദ്ധിപൂർവ്വം കാര്യം പറഞ്ഞു. സുഫിയാൻ പറയുമായിരുന്നു, എനിക്കറിയില്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പങ്ക് നൽകിയോ ഇല്ലേ എന്ന്. ഹദ്റത്ത് ജാബിറിൽ നിന്ന് നിവേദനം, ഹദ്റത്ത് നുമാൻ ബിൻ കൗക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അഥവാ ഞാൻ ഫർദ് നമസ്കാരം അനുഷ്ഠിക്കുകയും റമദാനിലെ നോമ്പെടുക്കുകയും ഹറാമായ വസ്തുക്കളെ ഹറാമായി നിശ്ചയിക്കുകയും ഹലാലായതിനെ ഹലാലായി നിശ്ചയിക്കുകയും ഇതിനേക്കാൾ കൂടുതലായി ഒന്നും ചെയ്യാക്കുകയുമാണ് എങ്കിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ആണ് സത്യം, ഞാൻ ഇതിൽ കൂടുതലായി ഒന്നും ചെയ്യുകയില്ല. ഹദ്റത്ത് ജാബിറിൽ നിന്ന് നിവേദനം, നുഅ്മാൻ ബിൻ കൗക്കൽ പള്ളിയിൽ പ്രവേശിച്ചു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തോട് ചോദിച്ചു, ഓ നുഅ്മാൻ, 2 റക്അത്ത് നമസ്കരിക്കുക. ഇത് ജുമുഅയിലെ സുന്നത്തിന്റെ മസ്അലയും ഇതിൽ വിവരിക്കുന്നു. അദ്ദേഹം വന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിക്കുകയായിരുന്നു. അവിടുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, 2 റക്അത്ത് നമസ്കരിക്കുക, അത് ചുരുങ്ങിയ നില കൈക്കൊള്ളുക. അതായത് ജുമഅയുടെ സുന്നത്ത് ചുരുങ്ങിയ നിലയിൽ ആദ്യം നമസ്കരിക്കുക. ഖുത്ബ തുടങ്ങിയിരിക്കുന്നു, 2 റക്അത്ത് നമസ്കരിക്കുക, ചുരുക്കി നമസ്കരിക്കുക. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വരികയും ഇമാം ഖുത്ബ നൽകുകയാണ് എങ്കിൽ അയാൾ 2 റക്അത്ത് നമസ്കരിക്കേണ്ടതാണ്. ആ 2 റക്അത്തും ചെറിയതായിരിക്കണം. അടുത്തതായി പറയാൻ പോകുന്ന സഹാബി, അദ്ദേഹത്തിന്റെ പേര് ഹദ്റത്ത് ഖുബൈബ് ബിൻ അദി അൻസാരിയാണ്. ഹദ്റത്ത് ഖുബൈബ് ബിൻ അദി അൻസാരിയുടെ ഗോത്രം ഔസിലെ കുടുംബം ബനു ജഹജബ ബിൻ ഔഫുമായി ബന്ധമുള്ള ആളായിരുന്നു. ഹദ്റത്ത് ഉമൈർ ബിൻ അബു വക്കാസ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനും ഹദ്റത്ത് ഖുബൈബ് ബിൻ അദിക്കും ഇടയിൽ സഹോദര ബന്ധം സ്ഥാപിച്ചു. ഹദ്റത്ത് ഖുബൈബ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ആ യുദ്ധത്തിൽ ഹാരിസ് ബിൻ ആമിറിനെ വധിച്ചു. ബദർ യുദ്ധത്തിൽ മുജാഹിദീകളുടെ സാധനങ്ങളുടെ മേൽനോട്ടം ഇദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഹദ്റത്ത് ഖുബൈബ് ബിൻ അദി 4 ഹിജ്രിയിൽ റജേ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഹദ്റത്ത് ഖുബൈബ് ബിൻ അദി, ഹദ്റത്ത് സെയ്ദ് ബിൻ ദസ്ന എന്നിവരെ മുശ്രിക്കുകൾ തടവിലാക്കി അവരെ മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മക്കയിൽ എത്തി ഈ 2 സഹാബാക്കളെയും വിറ്റു. ഹാരിസ് ബിൻ ആമിറിന്റെ മക്കൾ ഹദ്റത്ത് ഖുബൈബിനെ വാങ്ങി. അങ്ങനെ അവർ തങ്ങളുടെ പിതാവ് ഹാരിസിന്റെ വധത്തിന് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി അയാളെ ബദർ ദിവസം ഖുബൈബ് വധിച്ചിരുന്നു. ഇബ്നു ഇസാഖിന്റെ അഭിപ്രായത്തിൽ ഹുജൈർ ബിൻ അബു റിഹാബ് തമീമിയാണ് ഹദ്റത്ത് ഖുബൈബിനെ വാങ്ങിച്ചത്. ഹാരിസിന്റെ മക്കളുടെ സഖ്യകക്ഷിയായിരുന്നു അയാൾ. അയാളിൽ നിന്ന് ഹാരിസിന്റെ മകൻ ഉത്ബ വാങ്ങിച്ചു. അങ്ങനെ തന്റെ പിതാവിന്റെ ഘാതകനോട് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി. ഇപ്രകാരം പറയപ്പെടുന്നു, ഉത്ബ ബിൻ ഹാരിസ് ഹദ്റത്ത് ഖുബൈബിനെ ബനു നജ്ജാറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇങ്ങനെയും പറയപ്പെടുന്നു, അബു റിഹാബ്, ഇക്രിമ ബിൻ അബു ജഹൽ, അഖ്നസ് ബിൻ ഷുഐബ്, ഉബൈദ ബിൻ ഹക്കീം, ഉമയ്യ ബിൻ അബു ഉത്ബ ഹസ്രമിയുടെ മക്കളും സഫ്വാനിൽ നിന്നും സഫാൻ ബിൻ ഉമയ്യയും കൂടിച്ചേർന്നാണ് ഹദ്റത്ത് ഖുബൈബിനെ വാങ്ങിയത്. ഈ ആളുകളെല്ലാവരും അവരായവരുടെ പിതാക്കന്മാരെ ബദർ യുദ്ധത്തിൽ വധിക്കപ്പെട്ടിരുന്നു. ഇവർ എല്ലാവരും ഹദ്റത്ത് ഖുബൈബിനെ വധിച്ച് ഉത്ബ ബിൻ ആരിസിന് നൽകി. അയാൾ അദ്ദേഹത്തെ തന്റെ വീട്ടിൽ അദ്ദേഹത്തെ തടവിലാക്കി. ബുഖാരിയിൽ റജി സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സഹാബാക്കളുടെ ഒരു സംഘത്തെ അവസ്ഥകൾ അറിയുന്നതിനു വേണ്ടി നിയോഗിച്ചയച്ചു. ആസിം ബിൻ സാബിത്ത് അൻസാരിയെ അദ്ദേഹം ആസിം ബിൻ ഉമർ ബിൻ ഖത്താബിന്റെ മാതാമഹനെന്നു ആ സംഘത്തിന്റെ അമീറായി നിശ്ചയിച്ചു. ഇവർ പോയി ബദ്ഹ എന്ന സ്ഥലത്ത് ഇവരെത്തിയപ്പോൾ ഉസ്ഫാനും മക്കക്കും ഇടക്കുള്ളൊരു സ്ഥലമാണിത്.
അവരെക്കുറിച്ച് ആരോ ബനു ലൈഹാന് അറിവ് നൽകി. അവർ ഹുസൈൽ ഗോത്രത്തെ ഒരു ഭാഗമായിരുന്നു. ഈ വാർത്ത കേട്ട് ബനു ലൈഹാന്റെ ഏകദേശം 200ഓളം ആളുകൾ, അവരെല്ലാവരും തന്നെ അമ്പെയ്ത്തുകാരായിരുന്നു, പുറപ്പെട്ടു. അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് പിന്നാലെ പോയി. ഏതുവരെ എന്നാൽ അവർ ആ സ്ഥലം കണ്ടു. അവിടെ വരെ എത്തി, എവിടെ വെച്ചാണ് അവർ ഈത്തപ്പഴം കഴിച്ചിരുന്നത്. ഈ 10 പേർ ഒരു സ്ഥലത്ത് നിന്നിരുന്നു. അവിടെ നിന്ന് അവർ ഈത്തപ്പഴം കഴിച്ചിരുന്നു. അത് മദീനയിൽ നിന്ന് പാതേയമായി കൊണ്ടുവന്നതായിരുന്നു. യാത്രയിൽ കഴിക്കാനുള്ള ഭക്ഷണവും മറ്റുമായി കൊണ്ടുവന്നതായിരുന്നു. അവിടെ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. അവിടെ അവർ ഈ ഈത്തപ്പഴത്തിന്റെ കുരു കളഞ്ഞിരുന്നു. ഇത് കണ്ടുകൊണ്ട് അവർ പറഞ്ഞു, ഇത് യസ്രിബിലെ ഈത്തപ്പഴമാണ്, മദീനയിലെ ഈത്തപ്പഴമാണ്. പിന്നീട് അവർ കാൽപ്പാടുകൾ പിന്തുടർന്നു. ഇവരുടെ പിന്നാലെ ചെന്നു. ആസിമും അയാളുടെ സുഹൃത്തുക്കളും അവർ വരുന്നത് കണ്ടപ്പോൾ ഒരു കുന്നിൻ പുറത്ത് അഭയം തേടി. അവർ ഇവരെ വളഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങൾ താഴെ ഇറങ്ങി വരിക, എന്നിട്ട് നിങ്ങളെ സ്വയം നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുക. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് ഈ ഒരു പ്രതിജ്ഞയുണ്ട്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരാളെയും വധിക്കുകയില്ല. ആസിം ബിൻ സാബിത്ത്, അദ്ദേഹം ഈ സംഘത്തിന്റെ അമീറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വയം തന്നെ നിങ്ങളെ ഏൽപ്പിക്കുക എന്നത് നിശ്ചയമായും ഞാൻ അങ്ങനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ ഞാൻ ഒരു കാഫിറിന്റെ വിശ്വാസത്തിൽ കുന്നിൻ പുറത്ത് ഇറങ്ങി വരികയായിരിക്കും. ഞാനൊരു കാഫിറിനെ വിശ്വസിച്ച് കുന്നിൽ നിന്ന് ഇറങ്ങുകയില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ദുആ ചെയ്തു, അല്ലാഹുവേ, നിന്റെ നബിക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വാർത്ത നീ നൽകിയാലും. അവർ അവരുടെ മേൽ അമ്പെയ്തു. ആസിമിലെയും 7 ആളുകളെയും വധിച്ചു കളഞ്ഞു. ഇത് കണ്ട് 3 ആളുകൾ കരാറുകളിൽ വിശ്വസിച്ചുകൊണ്ട്, അവരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവിടെ നിന്ന് താഴേക്ക് വന്നു. അവരിൽ ഖുബൈബ് അൻസാരിയും ഇബ്നു ദസനയും മറ്റൊരാളും ഉണ്ടായിരുന്നു. അവർ താഴെ വന്നു കഴിഞ്ഞപ്പോൾ കാഫിറുകൾ അവരെ പിടിച്ചുകെട്ടി. അവർ തങ്ങളുടെ വില്ലിന്റെ ചടുകൾ അഴിച്ചു. എന്നിട്ട് അതുകൊണ്ട് അവരെ കെട്ടിയിട്ടു. 3-ാമത്തെ ആൾ പറഞ്ഞു, ഇത് ആദ്യത്തെ വഞ്ചനയാണ്. അല്ലാഹു ആണ്, ഞാൻ നിങ്ങളോടൊപ്പം വരികയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഷഹീദായവരിൽ സന്തോഷം തരുന്ന മാതൃകയുണ്ട്. ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഷഹീദാക്കണമെങ്കിൽ ഷഹീദാക്കിക്കൊള്ളുക. അവർ അദ്ദേഹത്തെ വലിച്ചിഴച്ചു. അദ്ദേഹം ഒരു തലത്തിലും അവരോടൊപ്പം പോകാൻ തയ്യാറായില്ല. അവസാനം അവർ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ഖുബൈബും ഇബ്നു ദസ്നയെയും പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി മക്കയിൽ കൊണ്ടുപോയി വിറ്റു. ഇത് ബദർ യുദ്ധത്തിന് ശേഷമുള്ള സംഭവമാണ്. ഖുബൈബിനെ ബനു ഹാരിസ് ബിനു നൌഫൽ ബിനു അബ്ദുൽ മനാഫ് ആണ് വാങ്ങിച്ചത്. ഖുബൈബായിരുന്നു ഹാരിസ് ബിൻ ആമിറിനെ ബദർ യുദ്ധത്തിൽ വധിച്ചത്. ഖുബൈബ് അവരുടെ പക്കൽ തടവിൽ കഴിഞ്ഞു. ഇബ്നു ശിഹാബ് പറയുമായിരുന്നു, ഉബൈദുല്ല ബിൻ അയാസ് എന്നോട് പറഞ്ഞു, ഹാരിസിന്റെ മകൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, അവർ അദ്ദേഹത്തെ വധിക്കുന്നതാണ് എന്ന് തീരുമാനിച്ചപ്പോൾ, ഇദ്ദേഹത്തെ വാങ്ങി തടവിലാക്കിയവർ ഈ കാര്യം തീരുമാനിച്ചുറപ്പിച്ചപ്പോൾ ഇനി ഇദ്ദേഹത്തെ വധിച്ചു കളയണം, ഷഹീദാക്കി കളയണം. ഖുബൈബ് ഈ തടവിന്റെ കാലഘട്ടത്തിൽ ഒരു ദിവസം അവരോട് മുടി വടിക്കുന്ന കത്തി ചോദിച്ചു. വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. അദ്ദേഹത്തിന് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി അങ്ങനെ അവർ അദ്ദേഹത്തിന് കത്തി നൽകി. പറയുന്നു, ഹാരിസിന്റെ മകൾ പറയുന്നു, എന്റെ അശ്രദ്ധയുടെ അവസരത്തിൽ എന്റെ ഒരു കുട്ടി ഖുബൈബിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം ആ കുട്ടിയെ എടുത്തു. അവർ പറയുന്നു, ഞാൻ ഖുബൈബിനെ കണ്ടു. അദ്ദേഹം അവനെ കുട്ടിയെ തന്റെ തുടയിൽ ഇരുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ഞാൻ ഇത് കണ്ട് ഇത്രമാത്രം പരിഭ്രമിച്ചു. ഖുബൈബ് പരിഭ്രമം എന്റെ മുഖത്ത് നോക്കി മനസ്സിലാക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുകയാണോ ഞാൻ അവനെ വധിച്ചു കളയുമെന്ന്? ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല. ഹാരിസിന്റെ മകൾ പറയാറുണ്ടായിരുന്നു, അല്ലാഹുവാണ് സത്യം, ഞാൻ ഒരിക്കലും തന്നെ ഖുബൈബിനേക്കാൾ നല്ല തടവുകാരനെ കണ്ടിട്ടില്ല. എന്നിട്ട് പറയുന്നു, അല്ലാഹുവാണ് സത്യം, ഞാനൊരു ദിവസം അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന്റെ കൈകളിൽ മുന്തിരിയുടെ കുല ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് മുന്തിരി കഴിക്കുകയായിരുന്നു. അദ്ദേഹം ചങ്ങല കൊണ്ട് ബന്ധനസ്ഥനായിരുന്നു. ആ കാലത്ത് മക്കയിൽ ഒരു പഴവും ഉണ്ടായിരുന്നില്ല. പറയുമായിരുന്നു, അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള റിസ്ക്കായിരുന്നു. അത് അവൻ ഖുബൈബിന് നൽകിയതായിരുന്നു. അവരെ ഹറമിന് പുറത്തു കൊണ്ടുപോയപ്പോൾ
ഹറം അല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വധിക്കുന്നതിനു വേണ്ടി. ഖുബൈബ് അവരോട് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവാദം നൽകിയാലും. അവർ അദ്ദേഹത്തിന് അനുവാദം നൽകി. അദ്ദേഹം 2 റക്അത്ത് വേഗത്തിൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അഥവാ നിങ്ങൾ പ്രകാരം ചിന്തിക്കില്ല ഇരുന്നുവെങ്കിൽ ഞാൻ ഈ അവസ്ഥയിൽ നമസ്കാരത്തിലാണ്, മരണത്തെക്കുറിച്ചുള്ള പരിഭ്രമം കൊണ്ടാണ് നമസ്കരിക്കുന്നത് എങ്കിൽ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ ഈ നമസ്കാരം നീട്ടുമായിരുന്നു. പിന്നീട് അദ്ദേഹം തന്റെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവെ, ഇവരെ ഓരോരുത്തരായി നശിപ്പിച്ചു കളയണമേ. അദ്ദേഹത്തെ ഷഹീദാക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇപ്രകാരം ദുആ ചെയ്തു, അള്ളാഹു ഇവരെ ഓരോരുത്തരായി നശിപ്പിക്കണമേ. പിന്നീട് അദ്ദേഹം ഹദരത്ത് ഖുബൈബ് ഈ കവിത ചൊല്ലി, വലസ്തു വാലി ഹീന ഉക്തലു മുസ്ലിമ അലാ അയ്യുശക്കിൻ കാന ലില്ലാഹി മസ്വഇ ദാലിക ഫിസാത്തില്ലാഹി വ ഇൻ ഇഷാ ജോ ബാരിക് അലാ ഉസാലിഹി ഷർമിനു മുസഹി. ഞാനൊരു മുസ്ലിമായിക്കൊണ്ട് വധിക്കപ്പെടുമ്പോൾ എനിക്ക് പ്രശ്നമേ അല്ല ഞാൻ ഏതു ഭാഗത്ത് ആണ് മരിച്ചു വീഴുന്നത്. അള്ളാഹുവിനു വേണ്ടി എന്റെ ഈ വീഴ്ച അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തുണ്ടം തുണ്ടമായ ശരീരത്തിന് പോലും അനുഗ്രഹം നൽകുന്നതായിരിക്കും. അല്ലാമ ഹജ്റസ് കലാനി, അദ്ദേഹം ബുഖാരിയുടെ വ്യാഖ്യാതാവാണ്. അദ്ദേഹം റജി യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസിന്റെ ഷറയിൽ എഴുതുന്നു, ഹദരത്ത് ഖുബൈബ് ഷഹാദത്ത് സമയത്ത് ഇപ്രകാരം ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ അഹസിഹിം അദദ. അല്ലാഹുവെ, നീ ശത്രുക്കളുടെ എണ്ണത്തെ തിട്ടപ്പെടുത്തിയാലും എന്റെ ഈ ശത്രുക്കളുടെ എണ്ണം നീ തിട്ടപ്പെടുത്തുക, എന്നിട്ട് അവരോട് പ്രതികാരം ചെയ്തതിനു വേണ്ടി. മറ്റൊരു റിവായത്തിൽ ഈ വാക്കുകൾ കൂടുതലായിട്ടുണ്ട്, വഖ്തുലുഹും ബദദൻ വലാ തുഖ്തി മിൻഹും അഹദ. അവരെ തിരഞ്ഞെടുത്തു വധിക്കുക, അവരിൽ ആരെയും തന്നെ അവശേഷിപ്പിക്കരുത്. അവസാനം ഹാരിസിന്റെ മകൻ ഉഖ്ബ ഹദരത്ത് ഖുബൈബ് ബിൻ അദിയെ ഇദ്ദേഹം നഫൽ നമസ്കരിച്ചു. അവിടെ വെച്ച് ഖുബൈബിനെ ഷഹീദാക്കി. ബുഖാരിയിലുള്ള മറ്റൊരു നിവേദനം അനുസരിച്ച് ഹദരത്ത് ഖുബൈബിനെ അബൂ സറ ആണ് വധിച്ചത്. ഈ ഖുബൈബ് തന്നെയായിരുന്നു ആ ബന്ധനസ്ഥരായി വധിക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി 2 റക്അത്ത് നഫൽ നമസ്കരിക്കുന്ന സുന്നത്ത് സ്ഥാപിച്ചത്. അള്ളാഹു ആസിം ബിൻ സാമിത്തിന്റെ ദുആ അദ്ദേഹം ഷഹീദായപ്പോൾ അത് സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളോട് പറഞ്ഞു, മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, അദ്ദേഹം ദുആ ചെയ്തിരുന്നു, അവരുടെ ലീഡറായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുറിച്ച് വാർത്ത നൽകുക എന്ന്. ഹദരത്ത് ആസിം ബിൻ സാബിത്ത്, അതിൽ ഹദരത്ത് ഖുബൈബും ഉൾപ്പെട്ടിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളോട് പറഞ്ഞു, ഇവർക്കുണ്ടായ സംഭവത്തെക്കുറിച്ച്, അവർക്കുണ്ടായ പ്രയാസത്തെക്കുറിച്ച്. ഖുറൈശികളിലെ കുഫാറുകളോട് ചിലർ പറഞ്ഞു, ആസിം വധിക്കപ്പെട്ടു. അവർ ആസിമിന്റെ അടുത്തേക്ക് കുറച്ച് ആളുകളെ അയച്ചു. അദ്ദേഹത്തിന്റെ ശവശരീരത്തിൽ നിന്ന് ഒരു ഭാഗം കൊണ്ടുവരിക, അത് മുഖേന അദ്ദേഹം തിരിച്ചടിക്കപ്പെടണം. ആസിം ബദർ ദിവസം അവരുടെ വലിയ വലിയ ആളുകളെ വധിച്ചിരുന്നു. ആസിമിന്റെ ശവശരീരത്തിന് കടുന്നലിന്റെ ഒരു കൂട്ടത്തെ അയച്ചു. അള്ളാഹു അത്തരം സംവിധാനം ഒരുക്കി. അതൊരു പന്തൽ പോലെ ശവശരീരത്തിന് മുകളിൽ നിലകൊണ്ടു. അദ്ദേഹത്തിന്റെ ശവശരീരം നിഷേധികളായ ആളുകൾക്ക് ഒരു നഷ്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിന് രക്ഷപ്പെടുത്തു, ഒരു കഷ്ണവും എടുക്കാൻ സാധിച്ചില്ല. ഹദരത്ത് ഖുബൈബിനെ ഇവർ ഷഹീദാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഷഹീദാക്കാൻ തുടങ്ങിയപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഇപ്രകാരം ദുആ ചെയ്തു, അള്ളാഹുവെ, എന്റെ പക്കൽ ഒരു മാർഗവും നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സലാം എത്തിക്കുന്നതിനായി ഇല്ല. നീ സ്വയം എന്റെ ഭാഗത്ത് നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം എത്തിച്ചാലും. ഹദരത്ത് ഖുബൈബ് വധിക്കാനായി അദ്ദേഹത്തെ കയറ്റി നിർത്തിയപ്പോൾ വീണ്ടും ദുആ ചെയ്തു. പറയുന്നു, ഒരു മുശ്രിക്ക് ഈ ദുആ കേട്ടപ്പോൾ, അല്ലാഹുമ്മ അസിബ്നി അദദൻ വഖ്തുലുഹും അദദ. അല്ലാഹുവേ, ഇവരുടെ എണ്ണത്തെ നീ തിട്ടപ്പെടുത്തുകയും ഇവരെ തിരഞ്ഞു പിടിച്ച് വധിക്കുകയും ചെയ്താലും. അയാൾ ഭയം കൊണ്ട് ഭൂമിയിൽ കിടന്നു. പറയുന്നു, 1 വർഷം കഴിഞ്ഞു പോയിട്ടില്ല, അയാൾ ഒഴികെ ആരാണോ താഴെ നിലത്ത് കിടന്നത്. ഹദരത്ത് ഖുബൈബിന്റെ വധത്തിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ, ഒരാളും തന്നെ ജീവനോടുകൂടി ബാക്കിയില്ല, എല്ലാവരും അവസാനിച്ചു. ഹദരത്ത് മുആവിയ ബിൻ സുഫിയാൻ വിവരിക്കുന്നു,
ഞാൻ അവസരത്തിൽ എന്റെ പിതാവിനോടൊപ്പം ആ അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്നു. എന്റെ പിതാവ് ഹസ്രത്ത് ഖുബൈബിന്റെ ദുആ കേട്ടപ്പോൾ എന്നെ ഭൂമിയിൽ കിടത്തി. ഉർവ വിവരിക്കുന്നു, മറ്റു ചിലരും ഉണ്ടായിരിക്കാം. ഏതായിരുന്നാലും ആദ്യത്തെ റിവായത്തിൽ ഇപ്രകാരം ഉണ്ട്: മുശ്രിക്കീങ്ങളിൽ ആ സമയത്ത് ഉണ്ടായിരുന്നവരിൽ അബൂ റിഹാബ്, അഖ്നസ് ബിൻ ഷുറൈഹ്, ഉബൈദ ബിൻ ഹക്കീം, ഉമയ്യ ബിൻ ഉത്ബ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹം ഇപ്രകാരം വിവരിക്കുന്നു: ജിബ്രയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്നു. എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിവ് നൽകി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. സഹാബാക്കൾ പറയുന്നു, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, സദസ് നടക്കുകയായിരുന്നു, അവിടെ ഇരിക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, വഅലൈക്കും സലാം യാ ഖുബൈബ്, ഓ ഖുബൈബ്, നിന്റെ മേൽ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഖുറൈശികൾ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ഇതും കൂടി അവിടുന്ന് പറഞ്ഞു. അള്ളാഹു സലാം എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയുണ്ടായി. ഇത് സഹീഹ് ബുഖാരിയുടെ ശറഅ് ആണ്. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഹദ്റത്ത് ഖുബൈബിനെ ഷഹീദാക്കിയപ്പോൾ മുശ്രിക്കീങ്ങൾ അതിന്റെ മുഖം കിബിലയ്ക്ക് അഭിമുഖമല്ലാതെ മറുഭാഗത്തേക്കാക്കാൻ ശ്രമിച്ചു. എന്നാൽ മുശ്രിക്കീങ്ങൾ കുറച്ച് സമയത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മുഖം നോക്കിയപ്പോൾ അത് കിബിലയ്ക്ക് നേരെയായിരുന്നു. അവർ പല പ്രാവശ്യം ഹദ്റത്ത് ഖുബൈബിന്റെ മുഖം മറുഭാഗത്തേക്ക് ആക്കുമായിരുന്നു. എന്നാൽ അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെ അതേ അവസ്ഥയിൽ ഉപേക്ഷിച്ചുപോയി. മറ്റൊരു റിവായത്തിൽ ഇപ്രകാരം ഉണ്ട്: ഖുറൈശികൾ ഖുബൈബിനെ ഒരു മരത്തിന്റെ ശാഖയിൽ കെട്ടിത്തൂക്കി. പിന്നീട് കുന്തം കൊണ്ട് കുത്തി കുത്തി ഷഹീദാക്കി. ഈ ആൾക്കൂട്ടത്തിൽ ഷഹീദ് ബിൻ ആമിർ എന്നൊരാൾ ഉണ്ടായിരുന്നു. അയാൾ പിന്നീട് മുസ്ലിമായി. ഹസ്രത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലഘട്ടം വരെ അയാളുടെ അവസ്ഥ ഇപ്രകാരമായിരുന്നു. അയാൾക്ക് ഖുബൈബിന് സംഭവം ഓർമ്മ വരുമ്പോൾ അയാൾക്ക് അബോധ ഉണ്ടാകുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മറ്റ് ചില സംഭവങ്ങൾ, കുറച്ച് ഉദ്ധരണികളും കൂടുതലായിട്ടുണ്ട്. അത് പിന്നീട് വിവരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഒന്നാമതായി ഈ കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അഹമ്മദിയ ചരിത്ര വിഭാഗം അവർ തങ്ങളുടെ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഉറുദുവിലും ഇംഗ്ലീഷിലും 2 ഭാഷയിലുമുണ്ട്. അതിൽ അഹമ്മദിയ ചരിത്രം, ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ജമാഅത്തിൽ പ്രസിദ്ധീകരിച്ച അറിവുകൾ നൽകുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം, അഹമ്മദിയ ഖലീഫമാർ, അസ്ഹാബെ അഹമ്മദ്, ഷുഹദായ അഹമ്മദിയത്ത്, ദർവേഷാനെ ഖാദിയാൻ, മുബല്ലിഗീനെ സിൽസില, മറ്റ് മഹാത്മാക്കൾ എന്നിവരുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളുണ്ട്, പ്രബന്ധങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്, ചരിത്രപരമായ ഫോട്ടോകളുണ്ട്. അഹമ്മദിയ ചരിത്രത്തിന്റെ ഇതുവരെ പ്രസിദ്ധീകരിച്ച വാല്യങ്ങളെല്ലാം ഉണ്ട്. കീഴ്ഘടകങ്ങളുടെയും വിവിധ രാജ്യങ്ങളുടെയും നഗരങ്ങളുടെയും ചരിത്രമുണ്ട്. ജമാഅത്തിലെ മഹാത്മാക്കളുടെ കയ്യെഴുത്തു പ്രതികളുണ്ട്. ചില തബറക്കുകളുടെ ഫോട്ടോയുണ്ട്. പത്രങ്ങളുടെയും മാസികകളുടെയും സുപ്രധാനവും അപൂർവമായ കോപ്പികളുണ്ട്. ഗവേഷണവും ചരിത്രപരവുമായ ലേഖനങ്ങളുണ്ട്. ജമാഅത്തിലെ സുപ്രധാന പരിപാടികളുടെയും ജമാഅത്തിലെ കെട്ടിടങ്ങളുടെയും, ഉദാഹരണമായി പള്ളികൾ, മിഷൻ ഹൌസുകൾ, കേന്ദ്ര കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, ഡിസ്പെൻസറികൾ, ഗസ്റ്റ് ഹൌസുകൾ എന്നിവയുടെ ഫോട്ടോകളുണ്ട്. അതിനെക്കുറിച്ച് കഴിവിന്റെ പരമാവധി വിവരണം നൽകിയിട്ടുണ്ട്. യൂട്യൂബിലെ ഒരു വീഡിയോ ചാനൽ മുഖേന MTA ചില അപൂർവ ഡോക്യുമെന്ററീസും മറ്റും നൽകിയിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള സുപ്രധാന ചരിത്ര സംഭവങ്ങൾ അടങ്ങിയ ടൈം ലൈനും നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ജുമാക്ക് ശേഷം ഞാൻ ഈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ഒരു ഖേദകരമായ വാർത്തയാണ്. നമ്മുടെ പഴയകാല മിഷണറി റഫീർ റഹ്മാൻ ഖുർഷിദ് സാഹിബ്, അദ്ദേഹം മുബല്ലിഗുമായിരുന്നു ആഫ്രിക്കയിലും മറ്റു സ്ഥലങ്ങളിലും. പിന്നീട് നുസ്രത്ത് ഹട്ട് ട്രസ്റ്റിന്റെ മാനേജറുമായിരുന്നു. ഹക്കീം ഫദ്ലുർ റഹ്മാൻ സാഹിബിന്റെ മകനായിരുന്നു അദ്ദേഹം. 10 സെപ്റ്റംബറിൽ 75-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് കാരണം ഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ ജനാസ ഗായിബ് ഞാൻ നമസ്കരിപ്പിക്കും. അദ്ദേഹം ഹസ്രത്ത് ഖുദ്റത്തുള്ള സന്നോരി സാഹിബ്, സഹാബി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് തന്നെ സ്വയം വഖഫ് ചെയ്തിരുന്നു. സഫീർ റഹ്മാൻ ഖുർഷിദ് സാഹിബിന്റെ പിതാവും വഖഫ് സിന്ദഗിയായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദിന്റെ നിർദ്ദേശം അനുസരിച്ച് സിന്ധിലെ ഭൂമിയിൽ അദ്ദേഹം സേവനങ്ങൾ ചെയ്തു.
സഫീർ റഹ്മാൻ സാഹിബിന്റെ പ്രാരംഭ വിദ്യാഭ്യാസം റബോയിലായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിന്റെ മാതാവ് ഒരു സ്വപ്നം കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ 1961 ഇദ്ദേഹം ജാമിയ അഹമ്മദിയ റബോയിൽ പ്രവേശിച്ചു. 1970 ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കി. ഇദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യത്തെ ഭാര്യയിൽ നിന്ന് ഒരു മകളുണ്ട്. രണ്ടാമത്തെ ഭാര്യയിൽ നിന്ന് മക്കളൊന്നും തന്നെ ഇല്ല. സഫീർ റഹ്മാൻ സാഹിബിന്റെ മകൾ ഇവിടെയാണ് താമസിക്കുന്നത്. റോഷൻ ആറ ജമീൽ അഹമ്മദ് സാഹിബിന്റെ ഭാര്യയാണ്. ജാമിയ പാസ്സായതിനു ശേഷം സഫീർ റഹ്മാൻ സാഹിബ് കുറച്ചുകാലം റബോയിൽ കേന്ദ്ര ഓഫീസുകളിലായിരുന്നു. അതിനുശേഷം ചക്വാലിൽ മുറബിയായിരുന്നു. അവിടെ 1 വർഷം വരെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബി ഹദ്റത്ത് ഹക്കീം അബ്ദുള്ള സാഹിബിനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിന് സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു. 1972 സിറാലിയൂണിലേക്ക് അദ്ദേഹത്തെ അയച്ചു. പറയുന്നു, പുറപ്പെടുന്ന സമയത്ത് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ഈ നിർദ്ദേശം നൽകി: ആഫ്രിക്കക്കാരെ സ്നേഹിക്കുക. പറയുന്നു, ഞാൻ ഈ ഉപദേശത്തെ അരക്കെട്ടുറപ്പിച്ചു. പിന്നീട് അദ്ദേഹം തന്റെ ഒരു സംഭവം വിവരിച്ചു. അള്ളാഹുവിന്റെ സഹായത്തിന്റെ പറയുന്നു, സിറാലിയൂണിൽ വിദൂര പ്രദേശത്ത് നീണ്ട ദൂരം കാൽനടയായും തോണിയിലും യാത്ര ചെയ്ത് വൈകുന്നേരം ജനവാസ സ്ഥലത്തെത്തി. ഒരു വൃദ്ധനായ ആഫ്രിക്കൻ അഹമ്മദിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഗ്രാമത്തിലെ ചീഫ് അവിടെ ഉണ്ടായിരുന്നില്ല. അത് കാരണം അവരുടെ രീതി അനുസരിച്ച് ചീഫ് ഇമാമിന്റെ അടുത്തു ചെന്നു. ചീഫ് ഇമാം വാക്കുകൾ കേൾക്കാനോ സംസാരം കേൾക്കാനോ തയ്യാറായില്ല. അവരെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി. രാത്രി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. താമസിക്കാനോ സ്ഥലം ഉണ്ടായിരുന്നില്ല. തിരിച്ചു പുറപ്പെട്ടു. ഗ്രാമത്തിൽ കുറച്ചു ദൂരത്തിനു ശേഷം വനം ആരംഭിക്കുകയായിരുന്നു. അവിടെ അത്തരത്തിലുള്ള പ്രമായിരുന്നു. അവിടെ സമുദ്രത്തിന്റെ തിരമാലകളും വരുമായിരുന്നു. ഞങ്ങൾ വളരെ പരിഭ്രമിച്ചുകൊണ്ട് പ്രയാസത്തിലായിരുന്നു. ആ സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചു. അയാൾ ഒരു ഉയർന്ന സ്ഥലത്തിരിക്കുകയായിരുന്നു. പിന്നീട് അയാൾ തന്റെ കുടിൽ ഞങ്ങൾക്ക് അഭയം നൽകി. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും കുറച്ച് ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയ ആളുകൾ ഞങ്ങളെ വിളിക്കുകയായിരുന്നു. തുടർന്ന് അവരടുത്തു വന്നപ്പോൾ അറിയാൻ സാധിച്ചു. അവർ പറയുകയായിരുന്നു, ചീഫ് ഇമാം നിങ്ങൾ തിരിച്ചു വിളിക്കുന്നു. കാരണം നിങ്ങളെ അദ്ദേഹം പുറത്താക്കിയത് മുതൽ അദ്ദേഹത്തിന്റെ തലയിൽ അതിശക്തമായ വേദന തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരെ തിരിച്ചു വിളിക്കുക. ഒരുപക്ഷെ അവർ കാരണമാണ് എനിക്ക് തലവേദന ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും അവർ തിരിച്ചു ചെന്നു. എല്ലാ ഗ്രാമക്കാരെയും ഒരുമിച്ചു കൂട്ടി രാത്രിയിൽ തബ്ലീഗ് ചെയ്തു. 10-12 പേർ അഹമ്മദിയത്ത് സ്വീകരിച്ചു. ചീഫ് ഇമാമിന്റെ വേദനക്കായി പറയുന്നു, ഞങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഊതി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം സുഖം പ്രാപിച്ചു. അങ്ങനെ ഈ വിധം അള്ളാഹു ആ ദിവസം താമസിക്കാനുള്ള സംവിധാനം ഒരുക്കി എന്ന് മാത്രമല്ല ബൈഅത്തുകളും നൽകി. അവിടെ അദ്ദേഹത്തിന് സെറലിയൂണിൽ പ്രിന്റിംഗ് പ്രസ് ആരംഭിക്കാനുള്ള അവസരം ലഭിച്ചു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവിടേക്ക് പ്രത്യേക മെഷീനുകൾ അയച്ചു കൊടുത്തു. അത് അവിടെ സ്ഥാപിക്കപ്പെട്ടു. ആദ്യം അവിടെ പ്രസ് വിജയകരമായിരുന്നില്ല. എന്നാൽ അദ്ദേഹം അതിനെ വളരെ വിജയകരമായ രീതിയിൽ നടത്തുകയുണ്ടായി. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് പ്രസ് കാരണം അദ്ദേഹത്തെ വളരെയധികം പ്രശംസിക്കാറുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം അദ്ദേഹത്തെ നൈജീരിയയിൽ നിയമിക്കപ്പെട്ടു. അവിടെയും അദ്ദേഹം ജമാഅത്തിന്റെ പ്രസ് ആരംഭിച്ചു. വളരെ വിജയകരമായി നടത്തി. എന്നല്ല, അതിന് ഒരു അപകടവും ഉണ്ടായി. ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു വിരൽ പ്രസ്സിന്റെ മെഷീനിൽ അകപ്പെട്ട് മുറിഞ്ഞുപോയി. വളരെയധികം ചികിത്സ നടത്തി. എന്നാൽ ശരിയായിരുന്നില്ല. പിന്നീട് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന് അറിയാൻ സാധിച്ചപ്പോൾ ആ സമയത്ത് ഒരുപക്ഷെ അവിടുന്ന് ലണ്ടനിലായിരുന്നു തോന്നുന്നു. ഏതായിരുന്നാലും അവിടുന്ന് പറഞ്ഞു ലണ്ടനിൽ വന്ന് ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സുഖം പ്രാപിക്കുകയും ചെയ്തു. പിന്നീട് റക്കീം പ്രസ് ഇവിടെ സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി അദ്ദേഹം ഇവിടെയായിരുന്നു. പറഞ്ഞു, താങ്കൾ ഇവിടെ പ്രസ് സ്ഥാപിക്കുക. അതിനായി രൂപീകരിച്ച കമ്മിറ്റി, അതിൽ മുസ്തഫ സാബിക് സാഹിബും മുബാറക് സാക്കി സാഹിബും ഉണ്ടായിരുന്നു. ഇതിൽ ഇദ്ദേഹത്തെയും ഉൾപ്പെടുത്തി. പിന്നീട് ഇവിടെ അതിന് ശേഷം പ്രവർത്തിച്ചു തുടങ്ങി.
17 വർഷം ഇദ്ദേഹത്തിന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സെറാലിയോൺ, നൈജീരിയയിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. പിന്നീട് 1988 ഖലീഫത്തുൽ മസീഹ് റാബി ആഫ്രിക്കൻ പര്യടനത്തിലേക്ക് ഇദ്ദേഹത്തോട് പറഞ്ഞു കാമറൂണിൽ പോയി അവിടെ ജമാഅത്ത് ആരംഭിക്കുക. അങ്ങനെ വളരെ പ്രയാസത്തോടുകൂടി അദ്ദേഹത്തിന് വിസ ലഭിച്ചു. അവിടെ പോയി 1 മാസത്തോളം കാമറൂണിൽ താമസിച്ചു. അവിടെ തബ്ലീഗിനുള്ള അവസരം ലഭിച്ചു. റേഡിയോ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പ്രക്ഷേപണം ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പര്യടനത്തിനിടയ്ക്ക് ഒരു കുടുംബത്തിന് ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. 1988 ഇദ്ദേഹം തിരിച്ചു പാകിസ്ഥാനിൽ വന്നു. പിന്നെ ലാഹോറിൽ മുറബിയായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ഇവിടെയും വിവിധ അവസരങ്ങളിൽ ജൽസയും മറ്റും വരുമായിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസിൽ വിവിധ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. 1991 മുതൽ നുസ്രത്ത് പ്രസിന്റെ മാനേജറായി സേവനം ചെയ്തു. പിന്നീട് കുറച്ചു കാലം മുമ്പ് സ്ട്രോക്ക് കാരണം രോഗിയായിരുന്നു. ഇദ്ദേഹം റിട്ടയർമെന്റ് എടുത്തു. അള്ളാഹു അദ്ദേഹത്തോട് കാരുണ്യത്തോടും മഗ്ഫിറത്തോടും കൂടി പെരുമാറട്ടെ, സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ ഒരു മകളുണ്ട്, അവർക്ക് ക്ഷമയും ധൈര്യവും നൽകട്ടെ, ഭാര്യക്കും ക്ഷമയും ധൈര്യവും നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله